എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്രിസ്മസ് ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നതാണ് ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. ഇത് നമ്മൾ ക്രിസ്മസ് ട്രീ ആണ് ചെയ്യുന്നത്. അത് കുപ്പിയുടെ ഉള്ളിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചില്ലിൻ്റെ കുപ്പി വെച്ചിട്ട് കുപ്പി കട്ട് ചെയ്തിട്ട് പല പല ആർട്ട് വർക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കുറച്ച് റിസ്ക്കാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യണം. ചില്ലിൻ്റെ കുപ്പി കട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈസി ആയിട്ട് ഈ പ്ലാസ്റ്റിക് കുപ്പീനെ എടുത്തത് കേട്ടോ. പക്ഷേ നല്ല ഭംഗിയുണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇതുപോലെ കുറച്ചിങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടൈപ്പ് കുപ്പിയാണ് നമ്മൾ ഇതിന് എടുക്കേണ്ടത്. എന്നാലേ കറക്റ്റ് നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും ഒരു ലിക്കർ ബോട്ടിൽ തന്നെയാണ്. ഞാനത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അടിഭാഗം ഒരു ചെറിയ സ്പേസ് താഴേന്ന് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ തെർമോക്കോൾ കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ചിട്ട് റൗണ്ടിൽ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യാണ് കൂടുതൽ നല്ലത്. പിന്നെ എൻ്റെ പരിപാടി എപ്പോഴും റഫായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഊഹം വെച്ചിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ സ്പീഡിൽ ചെയ്യണ്ട. സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് തെറ്റിപ്പോവും. ആ ഒരു കറക്റ്റ് ലൈനിൽ ചിലപ്പോൾ കട്ടായിന്ന് വരില്ല. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ കുറച്ചായിട്ട് കട്ട് ചെയ്ത് പോയാൽ മതി. അങ്ങനത്തെ അവസാനം ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിൻ്റെ താഴെ വയ്ക്കാനായിട്ട് ഒരു റൗണ്ടിലുള്ള ഒരു തെർമോക്കോളിൻ്റെ പീസ് വേണം. അപ്പോൾ ഞാനിതേ ഇതുപോലെ ആ കുപ്പി വെച്ചിട്ട് തന്നെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് റൗണ്ട് വരച്ചിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ തെർമോക്കോളിൻ്റെ പീസ് ഇല്ലെങ്കിൽ കട്ടിയിൽ കാർഡ്ബോർഡിൻ്റെ പീസുകൾ 2-3-4 വെച്ച് ഹൈറ്റ് കൊടുത്താൽ മതി. തെർമോക്കോളിൻ്റെ പീസ് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുപ്പിയുടെ അടിഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഫെവിക്കോൾ തേച്ചിട്ട് ആക്കാം. ഇതിപ്പോൾ കറക്റ്റ് ടൈറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ തേച്ചില്ല കേട്ടോ. ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കട്ടിയുള്ള ഒരു ബുക്കിൻ്റെ ചട്ട എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു കോൺ പോലെ കപ്പലണ്ടി പൊതിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഒന്നിങ്ങനെ കോണാക്കി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിനനുസരിച്ച് വേണം ചെയ്യാൻ. നമ്മുടെ കുപ്പിയുടെ ഉള്ളിൽ വരാനുള്ളതല്ലേ, അപ്പോൾ അതിനുള്ള വലിപ്പം നോക്കി കണക്കാക്കിയിട്ട് വേണം എടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കുപ്പീൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് നോക്കുക, നമുക്ക് ആ ഒരു വലിപ്പം ശരിയാണോ എന്നുള്ളത്. പിന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇത് അടുത്തത് വേണ്ടത് കളർ പേപ്പറാണ്. ഞാൻ പച്ച കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിൽ വെച്ച് നല്ല ഭംഗിയുള്ളൊരു പച്ച കളർ നോക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതിനെ ചെറിയ സ്ട്രിപ്പുകളാക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഒരു പേപ്പർ പോലും വേണ്ട ഇത് ചെയ്യാൻ. കുഞ്ഞു ക്രിസ്മസ് ട്രീ അല്ലേ, കുപ്പീൻ്റെ ഉള്ളിൽ വരുന്നതായതുകൊണ്ട് ഒരു പേപ്പറിൻ്റെയൊക്കെ പകുതി മതിയാവും. A4 സൈസിലുള്ള പേപ്പറിൻ്റെ പകുതി ഭാഗമൊക്കെ മതിയാവും കേട്ടോ. ചെറിയ സ്ട്രിപ്പുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് മടക്കിയിട്ട് ചെറിയ കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മടക്കി വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിവർത്തുമ്പോൾ എല്ലാ ഭാഗത്തേക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വേഗം തീരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ കുറച്ച് ആവശ്യത്തിനുള്ളത് നമുക്ക് ഉണ്ടാക്കണം ആദ്യം തന്നെ. കണ്ടോ, അപ്പോൾ നിവർത്തിയപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി ഏതെങ്കിലും ഭാഗത്ത് ശരിക്ക് ആ ഒരു കട്ടിങ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ശരിയാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു പെന്നോ പെൻസിലോ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്ന് വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറച്ചും കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ചുരുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെന്ന് വെച്ചിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ചുരുണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വന്നു. ഇനി നമുക്കിത് ആ ഒരു ട്രീ പോലെ ഉണ്ടാക്കിയിട്ടുള്ള കോണില്ലേ, ആ കോണിൻ്റെ അടിയിൽ നിന്ന് ആദ്യം തന്നെ ഒട്ടിച്ച് തുടങ്ങാം. അപ്പോൾ ഗ്ലൂ ഗണ്ണോ ഫെവിക്കോളോ എന്തായാലും മതി. ഇപ്പോൾ ഫെവിക്കോൾ ആണെങ്കിൽ എനിക്കിങ്ങനെ പിടിച്ച് നിൽക്കാൻ നേരമില്ല. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എപ്പോഴും ഗ്ലൂ ഗൺ യൂസ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ റൗണ്ട് ഒട്ടിച്ചു, അതിനുശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുക. പിന്നെ അതിൽ നിന്ന് കുറച്ച് മുകളിലായിട്ട് അടുത്തത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് എത്ര സ്പേസിൽ വേണം അടുത്തത് ഒട്ടിക്കണം എന്നുള്ളത്. കറക്റ്റായിട്ട് ഇങ്ങനെ ഭംഗിയിൽ നിൽക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ ലെയറായിട്ട് മുകൾ ഭാഗം വരെ ഒട്ടിച്ചു കൊടുക്കുക.
അപ്പോൾ ദേ ഇത്രയും വരെ ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞ് ക്രിസ്മസ് ട്രീൻ്റെ ഒരു പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ വേറൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്യാണ്. അപ്പോൾ അളവൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഞാനിങ്ങനെ വെച്ച് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഏകദേശം റൗണ്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക്. റൗണ്ടിന് ഞാൻ കുറച്ച് പശയൊക്കെ തേച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ ഇങ്ങനെ കേട്ടോ. ഇനി നമുക്ക് A4-നേക്കാളും കുറച്ചും കൂടെ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട്, അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ തന്നെ അധികം കനമില്ലാത്ത, വല്ലാണ്ട് കനം വേണ്ട കേട്ടോ, ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ അടിഭാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ മരം നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു റൗണ്ടിലെടുത്തിട്ട് ഒട്ടിക്കുക. ഇങ്ങനെ വെച്ചിട്ട് സെറ്റപ്പ് ആക്കണം നമുക്ക്. പിന്നെ അതിന് ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളറുള്ള നമ്മുടെ വാഷി ടേപ്പില്ലേ, അത് ചുറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്രൗൺ കളറുള്ള പേപ്പർ ഉണ്ടെങ്കിൽ കളർ പേപ്പർ ചെറിയ സ്ട്രിപ്പായി കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് കളർ ചെയ്ത് കൊടുത്താലും മതി, ബ്രൗൺ കളർ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു റോൾ ചെയ്തിട്ടുള്ള സംഭവം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ഇനി അത് നമുക്ക് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തെർമോക്കോളിൻ്റെ ആ ഒരു ബേസില്ലേ, അതിലിങ്ങനെ വെച്ചിട്ട് അതും ഒട്ടിച്ചു കൊടുക്കുക. ഹോട്ട് ഗ്ലൂ ഈ ഒരു തെർമോക്കോളിൽ വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഉരുക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫെവിക്കോളും കൂടി ആക്കി നല്ലൊരു സേഫാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സ്നോൻ്റെ എഫക്റ്റ് കൊടുക്കാനായിട്ട് കുറച്ച് ആദ്യം ഫെവിക്കോൾ ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പഞ്ഞി എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ഞി ഇങ്ങനെ പൊന്തി നിൽക്കണം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ ഒരു കുപ്പീൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ. അങ്ങനെ മഞ്ഞിങ്ങനെ പൊന്തി വരുന്ന പോലെ തോന്നും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും തിളങ്ങുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറച്ച് മുത്തുകളും ഒക്കെ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് പച്ച കളറുള്ള ബോൾ ഇവിടെ എടുക്കുന്നുണ്ടായിരുന്നു, പിള്ളേരുടെ ഞാൻ തോന്നുന്നുണ്ട്. അതെന്തായാലും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണമെങ്കിൽ ഒക്കെ ഒന്ന് കളർ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയാക്കാം. ഇത്തിരി ബ്രൈറ്റ്നെസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അത്. ഇനി അതുപോലെ ഈ ഒരു മുത്ത് പോലത്തെ സംഭവം ഞാൻ കുപ്പിയിലും കുറച്ച് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒട്ടിക്കുമ്പോൾ നല്ല ചൂടോടെ ഒട്ടിക്കരുത് കേട്ടോ. ചൂട് കുറച്ചിങ്ങനെ നമ്മൾ ഗണ്ണ് ഓഫ് ചെയ്തിട്ട് ചൂട് കുറയില്ലേ, ആ സമയത്താണ് പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒട്ടിക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഉരുക്കും. അപ്പോൾ ഞാൻ ഹാർട്ട് ഷേപ്പിലുള്ള ഈ ഒരു ബീഡ്സും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഷെല്ല് പോലത്തെ സംഭവങ്ങളൊക്കെ ഡ്രസ്സിലൊക്കെ വെക്കുന്നത് ഉണ്ടെങ്കിൽ അതായാലും ഇതുപോലെ കുപ്പിയുമേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലത്തെ ഈ ഒരു സെമി ബീഡ്സ് ചെറുതില്ലേ, അതും ഈ ഒരു ട്രീയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. തെർമോക്കോൾ ബോൾസ് ചെറുതുണ്ടെങ്കിൽ അതായാലും ഒട്ടിക്കുക, അല്ലെങ്കിൽ ചെറിയ സീക്വൻസസോ സ്റ്റോൺസോ ഒക്കെ ഉണ്ടെങ്കിൽ അതായാലും ഒട്ടിച്ചു കൊടുത്താൽ മതി ഒരു തിളക്കത്തിന്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അടിയിലൊക്കെ നമ്മൾ വെക്കുന്ന മുത്തുകളൊക്കെ ഒട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കുപ്പീനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഉരുണ്ട് പോവും. ഇപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ആ ഒരു കുപ്പീൻ്റെ അടിഭാഗത്ത് ഗ്ലൂ ആക്കി കൊടുക്കുക, ഹോട്ട് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അത് കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കണം കേട്ടോ. എങ്ങനെയാണോ കട്ട് ചെയ്തത് ആ പൊസിഷനിൽ തന്നെ ആയിരിക്കണം വെക്കേണ്ടത്, കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒട്ടിക്കുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ലേസോ അല്ലെങ്കിൽ റിബണോ എന്തായാലും മതി, നമ്മൾ ആ ഒരു ജോയിൻറ്റ് വരുന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ അടിഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇനി ഇതുപോലത്തെ ഒരു റിബൺ ഞാൻ മോൾ ഭാഗത്തുനിന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി കുഞ്ഞു കുഞ്ഞ് സ്റ്റാറുകളൊക്കെ എത്ര വേണമെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കുപ്പിയുടെ മുകളിലൊക്കെ ഒട്ടിക്കാം, അല്ലെങ്കിൽ വരയ്ക്കുകയോ എന്താണെങ്കിലുമൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് റെഡ് കളറിലുള്ളത് സ്റ്റിക്കറിൻ്റെയാണത്, അതിൽ ഞാൻ ഇതുപോലത്തെ കുഞ്ഞ് 2 സ്റ്റാർ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് തന്നെ ഒരു സ്റ്റാറും പിന്നെ ഒരു സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തിട്ട് മുകളിലൊക്കെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്, കണ്ടില്ലേ. ലാസ്റ്റ് ആയപ്പോഴേക്കും എനിക്ക് തലവേദനയായി. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അധികം ഡെക്കറേഷൻസിനൊന്നും നിന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ നിങ്ങൾ ചെയ്യാം കേട്ടോ. നല്ല നല്ല കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ കുറച്ചും കൂടെ ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ അടിയിലിങ്ങനെ പഞ്ഞി വെച്ചുകൊണ്ട് നല്ലൊരു സ്നോ എഫക്റ്റ് ഒക്കെ ഉണ്ട്, നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു കൊച്ചു ഐഡിയ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. ഇനി നാളെ വരാം മറ്റൊരു നല്ല ഐഡിയ ആയിട്ട്. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.